തൃക്കാക്കര നഗരസഭാ സെക്രട്ടറിയെ നീക്കം ചെയ്യണമെന്ന പ്രമേയം പാസാക്കിയ അടിയന്തര കൗൺസിൽ യോഗം. 25 പേർ പ്രമേയത്തെ അനുകൂലിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് പ്രമേയം പാസാക്കിയത്. നഗരസഭയുടെ പ്രത്യേക കൗൺസിൽ യോഗത്തിൽ വെച്ചാണ് സെക്രട്ടറിയെ പുറത്താക്കണമെന്ന പ്രമേയം പാസാക്കിയത്. 4 സ്വതന്ത്രരടക്കം 25 പേർ പ്രമേയത്തെ അനുകൂലിച്ചു. 18 പ്രതിപക്ഷ കൗൺസിലർമാരാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത്. പാസായ പ്രമേയം തുടർ നടപടികൾക്കായി സർക്കാരിലേക്ക് അയക്കും. ഇതിനിടെ നിലവിൽ സെക്രട്ടറിയുടെ ചാർജുള്ള സൂപ്രണ്ട് ശാലിനിയെ പ്രതിപക്ഷം തടഞ്ഞുവെച്ചു. നടപടികൾ പാലിക്കാതെയാണ് പ്രമേയം അവതരിപ്പിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഏതൊരു അജണ്ട തയ്യാറാക്കുമ്പോൾ അതിൻ്റെ സെക്ഷൻ വേണം, അജണ്ട നമ്പർ വേണം. ഇതൊന്നും പാലിക്കാതെയാണെന്ന് സെക്രട്ടറിയെ മാറ്റാൻ പ്രത്യേക ഒരു കൗൺസിൽ കൂടി തീരുമാനിച്ചത്. അതിലാണ് ഈ പെശകുകൾ ഞങ്ങൾ തിരുത്തി ഞങ്ങൾ ചോദിച്ചതിൽ അവർ അപ്പം തന്നെ അത് അജണ്ട പാസ്സായെന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിശയുണ്ടായി. അഴിമതി നടത്താൻ സെക്രട്ടറി കൂട്ടുന്നില്ല. അതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇപ്പോൾ സെക്രട്ടറിയെ മാറ്റാൻ ധൃതി പിടിച്ച് തീരുമാനമെടുത്തത്. സെക്രട്ടറി കൃത്യമായി ജോലികൾ ചെയ്യുന്നില്ലെന്നും ഫണ്ടുകൾ പാസ്സാക്കുന്നില്ലെന്നും ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ ആരോപിച്ചു. നിർഭാഗ്യവശാൽ ഈ സെക്രട്ടറി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അദ്ദേഹത്തിനും പ്രതിപക്ഷത്തിനും ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കതിനെ അനുകൂലിക്കാൻ എന്തായാലും ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് സാധിക്കില്ല. കൗൺസിൽ യോഗത്തിന്റെ അജണ്ട നിശ്ചയിക്കാൻ ചെയർപേഴ്സന് വിവേചന അധികാരമുണ്ടെന്നും സെക്രട്ടറി രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഭരണപക്ഷം പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.